വിശുദ്ധരോടൊപ്പം മാർച്ച് 8 ദൈവത്തിൻ്റെ വിശുദ്ധ യോഹന്നാൻ. പോർച്ചുഗലിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ഭക്തരായ മാതാപിതാക്കളിൽ നിന്ന് യോഹന്നാൻ ജനിച്ചു. കാസ്റ്റീലിൽ ഒരു പ്രഭുവിൻ്റെ വീട്ടിൽ ഒരാട്ടിടയൻ്റെ ജോലി നോക്കിയിരുന്ന അദ്ദേഹം 1522 പ്രഭുവിൻ്റെ കാലാൽപ്പടയിൽ ചേർന്നു. ഫ്രഞ്ചുകാരും സ്പെയിൻകാരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ അദ്ദേഹം ഭാഗഭാക്കായി. അശുദ്ധ സമ്പർക്കത്തിൽ ദൈവത്തെ ദ്രോഹിക്കുന്നതിലുണ്ടായിരുന്ന ഭയം അദ്ദേഹം നഷ്ടപ്പെടുത്തി. യുദ്ധം കഴിഞ്ഞ് സൈന്യത്തെ പിരിച്ചുവിട്ടപ്പോൾ സെവിലിൻ ഒരു പ്രഭുവിൻ്റെ കീഴിൽ ആട്ടിയിടയനായി. തൻ്റെ ഭൂതകാല ജീവിതത്തിലെ തെറ്റുകളെപ്പറ്റി ഓർത്ത് ദുഃഖിക്കുകയും രാവും പകലും പ്രാർത്ഥനയിലും ആശാനുഗ്രഹത്തിലും ചിലവഴിക്കുകയും ചെയ്തു. ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ട് ജിബ്രാൾട്ടറിൽ വച്ച് ഒരു കുടുംബം കഷ്ടപ്പെടുന്നത് കണ്ട് അവിടെ താമസിച്ച് കൂലിപ്പണി ചെയ്ത് ആ കുടുംബത്തെ സംരക്ഷിച്ചു. പിന്നീട് അദ്ദേഹം ഒരു പുസ്തക വിൽപ്പനശാല തുടങ്ങി. അക്കാലത്ത് ഗ്രാനാഡയിൽ വച്ച് അവിലായിലെ വിശുദ്ധ യോഹന്നാൻ്റെ ഒരു പ്രസംഗം കേട്ടപ്പോൾ അനുതാപഭരിതനായി ദേവാലയത്തിൽ വച്ച് തന്നെ ഉറക്കെ നിലവിളിക്കുകയും ഭ്രാന്തനെപ്പോലെ തെരുവീതിയിൽ കൂടെ നടന്ന് പാപപരിഹാരം ചെയ്തുകൊണ്ട് നിന്നു. 1540 ഉപവിയുടെ സഭ സ്ഥാപിക്കുകയും ദരിദ്രമന്ദിരം സ്ഥിരമായി നടത്താനും കഴിഞ്ഞു. എങ്കിലും സഭയുടെ നിയമങ്ങൾ എഴുതിയതും ഔദ്യോഗികമായി സ്ഥാപനം നടത്തിയതും അദ്ദേഹത്തിൻ്റെ ഭരണശേഷമാണ്. പ്രഥമാംഗങ്ങൾ 1570 മാത്രമാണ് വ്രതങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. പ്രാർത്ഥനയും പ്രായശ്ചിത്തവും ജീവിതചര്യയാക്കിയ അദ്ദേഹം സാധുമന്ദിരങ്ങളിലുള്ളവരെ മാത്രമല്ല, സ്വഭവനങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവരെയും സഹായിച്ചു. തൻ്റെ ആശുപത്രിക്ക് തീ പിടിച്ചപ്പോൾ അദ്ദേഹം തീയിൽ കൂടെ നടന്നു ചെന്ന് രോഗികളെ തോളിൽ വഹിച്ച് രക്ഷപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ശരീരം പൊള്ളിയില്ല. കഠിനമായ അധ്വാനത്താൽ ക്ഷീണിതനായി യോഹന്നാൻ 55-ാമത്തെ വയസ്സിൽ നിര്യാതനായി. 1690 9-ാം അലക്സാണ്ടർ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്നും പ്രഖ്യാപിച്ചു. എളിമയും ഉപമയുമായിരുന്നു യോഹന്നാനിൻ്റെ വിശുദ്ധിയുടെ നിദാനം. കഴിവനുസരിച്ച് എല്ലാവർക്കും സദാ നന്മ ചെയ്യുക എന്നതാണ് തൻ്റെ ശിഷ്യഗണത്തെ യോഹന്നാൻ ഉദ്ബോധിപ്പിച്ചിരുന്നത്.